السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിൻ്റെ 52ാമത്തെ ദർസിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്തുൽ ബഖറയാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 40ാമത്തെ വചനത്തിലടങ്ങിയ വ്യാകരണ നിയമങ്ങളാണ് ഇന്നലെ നാം പഠിച്ചത്. ആ ആയത്ത്, അതിനുശേഷമുള്ള ആയത്തും ഒന്നുകൂടി ശ്രവിക്കുക. أعوذ بالله من الشيطان الرجيم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. ഇന്നലെ യാ ബനി ഇസ്രാഈൽ اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون എന്ന ആയത്താണ് നാം അതിലടങ്ങിയ നിയമങ്ങളാണ് നാം വിശദീകരിച്ചത്. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم. ബനു ഇസ്രായേൽ വിഭാഗത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, യാ ബനി ഇസ്രായേല, ബനു ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ മക്കളെ, ഇസ്രായേൽ സന്തതികളെ,
ഉദ്കുറു നിങ്ങൾ സ്മരിക്കുക, നിങ്ങൾ ഓർക്കുക, നിഅമതി എൻ്റെ അനുഗ്രഹത്തെ, അല്ലത്തി അൻഅംതു അലൈക്കും ഞാൻ നിങ്ങൾക്ക് മേൽ അനുഗ്രഹിച്ചിട്ടുള്ള, വഔഫു ബിഅഹ്ദി നിങ്ങൾ എൻ്റെ കരാറിനെ നിറവേറ്റുക, ഊഫി ബിഅഹ്ദിക്കും നിങ്ങളുടെ കരാറിനെ ഞാൻ നിറവേറ്റുകയും ചെയ്യും. വഇയ്യായ ഫർഹബൂൻ എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക എന്ന്. അതിനെ തുടർന്നുള്ള ആയത്ത് വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും. വആമിനു നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവിൻ, ബിമാ അൻസൽതു ഞാൻ അവതരിപ്പിച്ചതിൽ, മുസദ്ദിഖൻ സത്യപ്പെടുത്തിക്കൊണ്ട്, ലിമാ മഅക്കും നിങ്ങളുടെ കൂടെയുള്ളതിനെ, വആമിനു ബിമാ അൻസൽതു ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതിനെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക, ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. മുസദ്ദിഖൻ സത്യപ്പെടുത്തിക്കൊണ്ട്, ലിമാ മഅക്കും നിങ്ങളുടെ കൂടെയുള്ളതിനെ, വലാ തകൂനു നിങ്ങൾ ആയിരിക്കുകയും അരുത്, അവല ഒന്നാമത്തെ, കാഫിരിൻ ബിഹി അതിൽ അവിശ്വസിക്കുന്ന, വലാ തഷ്തറു നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്, ബി ആയാതി എൻ്റെ ആയത്തുകൾക്ക്, എൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക്, എൻ്റെ വചനങ്ങൾക്ക്, സമനൻ വില വാങ്ങരുത് എന്നർത്ഥം, ഖലീലൻ തുച്ഛമായ, വഇയ്യായ എന്നെ മാത്രം, ഫത്തഖൂൻ എന്നെ സൂക്ഷിക്കുവിൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതായത് وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതിൽ വിശ്വസിക്കുകയും ചെയ്യുവിൻ, അതിൽ അവിശ്വസിക്കുന്ന ആദ്യത്തേവർ നിങ്ങളായി തീരരുത്, എൻ്റെ ആയത്തുകൾക്ക് നിങ്ങൾ തുച്ഛമായ വില വാങ്ങുകയും ചെയ്യരുത്, വഇയ്യായ ഫത്തഖൂൻ എന്നെ മാത്രം സൂക്ഷിക്കുകയും ചെയ്യുവിൻ. വആമിനു നേരത്തെ പറഞ്ഞ യാ ബനി ഇസ്രാഈൽ ഉസ്കുറു നിങ്ങൾ സ്മരിക്കുക, വഔഫു നിങ്ങൾ നിറവേറ്റുക, അതുപോലെ നിങ്ങൾ എന്നെ ഭയപ്പെടുക, ഇയ്യായ ഫർഹബൂൻ. അതിനുശേഷം വീണ്ടും വആമിനു എന്ന് പറയുമ്പോൾ അവിടെയുള്ള വാവ് അത് എന്താകുന്നു? വാവ് വആമിനു എന്ന് പറയുമ്പോൾ അത് അത്ഫിന്റെ വാവാണ് എന്ന് മനസ്സിലാക്കാം. കാരണം നേരത്തെ പറഞ്ഞ ആദ്യം തുടങ്ങിയ യാ ബനി ഇസ്രാഈൽ ഉസ്കുറു എന്നതിലേക്ക് അത് മഅ്തൂഫാണ്. വആമിനു ആമിനു എന്നാണ്. ആമന നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, വിശദീകരിച്ച ഒരു പദമാണ് ആമന. ഇതിന്റെ വസനിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആമന എന്നത് അഫ്അല വസനാണ്, സ്വാഭാവികമായും ഫഅല വസനാണ് എന്ന് തെറ്റിദ്ധരിച്ചേക്കാവുന്ന ഒരു ഫിഅലാണ്. സത്യത്തിൽ അത് അഫ്അല വസനാണ്. അഫ്അല വസനിൽ വരുന്ന ഇത് ആമന, ആമന യുഅ്മിനു, അതിന്റെ മുദാരി യുഅ്മിനു എന്നാണ്.
അതെ അഅ്മന യുഅ്മിനു അതെ യുഅ്മിനു അഫ്അല യുഫ്ഇലു അതിന്റെ അംർ അതിൽ നിന്ന് ആ വസനിലുണ്ടാകുന്ന അംർ അഫ്ഇൽ എന്നാണ് എന്താണ് അഫ്ഇൽ അപ്പോ ഒരാളോട് നീ ചെയ്യ് എന്ന് പറയുമ്പോൾ അഫ്ഇൽ ഒരാളോട് നീ വിശ്വസിക്ക് എന്ന് പറയുമ്പോൾ ആമന അത് അഅ്മിൻ എന്നാണ് വരിക അതാണ് ആമിൻ എന്നായി മാറുന്നത് ഇവിടെ അഅ്മന എന്നത് ആമനയായി അല്ലേ ആമനയായി അതുപോലെ അഅ്മിൻ എന്ന അംർ അത് ആമിൻ എന്നായി മാറുന്നു അപ്പോൾ അതിന്റെ ബഹുവചനമായിട്ട് ആമിനു ബഹുവചന രൂപത്തിൽ വരുമ്പോൾ അഫ്ഇലു അഫ്ഇലു എന്ന് വരുമ്പോൾ അഫ്ഇലു എന്ന് വരുമ്പോൾ അതേ രൂപത്തിൽ ആമിൻ ആമിന ആമിനു എന്നാണ് വരിക മനസ്സിലായല്ലോ അപ്പോ ആമിനു നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവിൻ എന്ന കൽപ്പനയാണത് അപ്പോ വാവ് അത്ഫിന്റെ വാവാണെന്ന് പറഞ്ഞു പിന്നെ ആമിനു എന്ന് പറയുമ്പോൾ ഫിഅല് അംറാണ് അല്ലെ ഫിഅല് അംർ فعل أمر مبني على فعل أمر مبني على നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ട് യുഅ്മിനൂന അല്ലെങ്കിൽ തുഅ്മിനൂന എന്നതിൽ നിന്ന് ആ മുളാരിയിലുള്ള നൂനിനെ ഹദ്ഫ് ചെയ്തിട്ടാണ് ആമിനു എന്നായി മാറുന്നത് പിന്നെ അതിലുള്ള ആമിനു എന്നതിലുള്ള വാവുൽ ജമാഅത്ത് എന്താണ് ളമീർ മബ്നിൻ അല സുകൂൻ അല്ലേ മബ്നിൻ അല സുകൂൻ എന്താണ് ഫി മഹല്ലി റഫ്അ ما شاء الله في محل رفع فاعل ما شاء الله نعم باب الجماعة وآمنوا بما أنزلت بما എന്ന് പറയുമ്പോൾ ബി എന്നത് ഹർഫ് ജർ അല്ലേ ഹർഫ് ജറാണ് ബി എന്ന് പറയുന്നത് ഹർഫ് ജർ മാ എന്ന് പറയുന്നത് ഇസ്മ മൗസൂൽ അല്ലേ ഇസ്മ മൗസൂൽ അത് മബ്നിയാണ് അല്ലേ മബ്നിൻ അല എന്താണ് ഇസ്മ മൗസൂലാണ് മാ എന്ന് പറയുന്നത് ബിമാ ആമിനു നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവിൻ ബി മാ യാതൊന്ന് കൊണ്ട് യാതൊന്നിൽ എന്ന് പറയാം ഇസ്മു മൗസൂല് മബ്നിൻ അല അത് സുക്കൂനാണ് മബ്നിൻ അല സുക്കൂൻ ഫി മഹൽ എന്തായിരിക്കും ഫി മഹല് ബി മാ എന്ന് പറയുന്ന ഇസ്മാണ്
അതെന്തായിരിക്കണം? ബി. അതിനു മുമ്പ് ഹർഫ് ജെറ് വന്നിട്ടുണ്ട്, ബി. അപ്പൊ അതിന് ശേഷം വരുന്ന ഇസ്മ് മാ, അതെന്തും ജെറ് ചെയ്യപ്പെടണം. പക്ഷെ അത് മബ്നി ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് അടയാളം ഉണ്ടാവില്ല. അപ്പോ ബിമാ അൻസൽതു, ബിമാ അൻസൽതു, 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 ബിമാ അൻസൽതു, ഞാൻ ഇറക്കി. അൻസൽതു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഷാപരമായി അവതരിപ്പിച്ചു എന്ന് പറയാം. അൻസല ഇറക്കി, നസല യൻസിലു എന്നത് ഇറങ്ങി എന്നാണ്. അതിന്റെ അഫഅല വസനിലാണ് അൻസല വരുന്നത്, അല്ലെ? അതിന്റെ അഫഅല വസനിലാണ് അൻസല വരുന്നത്. ഇറക്കി, നസല ഇറങ്ങി, അൻസല ഇറക്കി. അതിന്റെ ഏത് സീഗയിലാണ് അൻസൽതു ഉള്ളത്? അൻസല, അൻസല, അൻസലു, അൻസലത്ത്, അൻസലത, അൻസൽന, അൻസൽത, അൻസൽതുമാ, അൻസൽതും. അതെ, അൻസൽതി, അൻസൽതുമാ, അൻസൽതുന്ന, അൻസൽതു, അൻസൽന എന്ന് പറയുമ്പോൾ അൻസൽതു മുതക്കല്ലിം, അല്ലെ? മുഫ്രദായി വരുന്ന മുതക്കല്ലിം. ആ മുതക്കല്ലിമിന്റെ ഇതിലാണത് വരുന്നത്. അപ്പൊ ഞാൻ ഇറക്കി എന്നർത്ഥം. അപ്പൊ അൻസൽതു, അൻസൽതു എന്ന് പറയുമ്പോ ഫിഅ്ൽ മാദി, അല്ലെ? ഫിഅ്ൽ മാദിയാണ്, ഫിഅ്ൽ മാദിയാണ്, അല്ലെ? അൻസൽതു. അൻസല എന്ന് പറയുമ്പോ ഫിഅ്ൽ മാദി. അൻസല ഫിഅ്ൽ മാദി മബ്നിയുൻ അലൽ ഫത്ഹി, അല്ലെ? അൻസല. ഇവിടെ അൻസൽതു എന്ന് പറയുമ്പോൾ അത് ഫിഅ്ൽ മാദി മബ്നിയുൻ അല അൻസൽതു, മബ്നിയുൻ അല അസ്സുകൂൻ, മബ്നിയുൻ അല അസ്സുകൂൻ. അൻസൽ, അൻസൽതു. ശരിക്കും ശ്രദ്ധിക്കുക, അൻസൽ അതവിടെ അവസാനിക്കുകയാണ്. അൻസൽ, ആ ഫിഅലിന്റെ ഒറിജിനൽ രൂപം അൻസല എന്നാണ്. പക്ഷെ അതിവിടെ അൻസൽ, പിന്നെ അതിലേക്ക് തൂ ചേരുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവിടെ അൻസൽ എന്നത് മബ്നിൻ അല അസ്സുകൂനാണ്. പിന്നെ ത, അൻസൽതു എന്ന് പറയുന്ന ത, അത് വമീറാണ്. എങ്ങനെ എഴുതുക? വമീർ ഇങ്ങനെ, വമീർ അൻസൽതു എന്നത് വമീർ വമീർ മബ്നിൻ അല ളമ്മി, അല്ലേ? എന്താണ് ആരൊന്നും എഴുതാത്തത്? വമീറുൻ മബ്നിൻ അല ളമ്മി ഫി മഹല്ലി, മാഷാ അല്ലാഹ്, ഫി മഹല്ലി റഫ് ഫാഇൽ, അല്ലേ? മാഷാ അല്ലാഹ്. മുസ്തത്തിറാണ്, അത് മുസ്തത്തിറാണ്. അപ്പൊ അതിന്റെ തഖ്ദീർ എങ്ങനെയായിരിക്കും? അല്ല, മുസ്തത്തിറായ ഒരു സംഗതി ഉണ്ടാവുമ്പോൾ അതിനൊരു തഖ്ദീർ എന്താ, എങ്ങനെ ചെയ്യാം? അന, തഖ്ദീറുഹു അനയ, അന അൻസൽതു, ഞാൻ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അനയാണ്. അപ്പോ അൻസൽതു وآمنوا بما أنزلت مصدقا لما معكم, മുസദ്ദിഖൻ സത്യപ്പെടുത്തിക്കൊണ്ട് എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും, മുസദ്ദിഖൻ, മുസദ്ദിഖൻ, മുസദ്ദിഖൻ ഹാലാണ്, അല്ലെ? മുസദ്ദിഖൻ സത്യപ്പെടുത്തിക്കൊണ്ട്. ഇവിടെ മുസദ്ദിഖൻ എങ്ങനെയാണ് ഈ പദം ഉണ്ടാകുന്നത്? ആദ്യം അത് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ബിമാ അൻസൽതു, ഞാൻ അവതരിപ്പിച്ചു എന്നാണ്. അൻസൽതു നാം ഇറക്കി, ഞാൻ ഇറക്കി.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഞാൻ ഇറക്കി. അതെ, മാഷാ അല്ലാഹ് ഫൈസ സദ്ദഖ. ഓക്കെ. അപ്പോ പിന്നെ ഞാൻ ഇറക്കി എങ്ങനെ, എന്താണ് അതിന്റെ അവസ്ഥയാണ്? മുസദ്ദിഖൻ, സത്യപ്പെടുത്തിക്കൊണ്ട് എന്നാണ്. സത്യപ്പെടുത്തിക്കൊണ്ട്, സത്യപ്പെടുത്തുന്നവൻ എന്നാണ് മുസദ്ദിഖുൻ. സദ്ദഖ, അതാണ് സദ്ദഖ എന്ന ഫിഅല്, സത്യപ്പെടുത്തി. ഫഅല വസ്നിൽ വരുന്നതാണ് സദ്ദഖ. ഫഅല വസ്നിൽ വരുന്നതാണ്. സദഖ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു എന്നൊക്കെ പറയും. സദഖ, സത്യം പറഞ്ഞു. അതിന്റെ ഫഅല വസ്നിൽ വരുന്നതാണ് എന്ത്? സദ്ദഖ, സത്യപ്പെടുത്തി എന്നാണ്. അപ്പോ സദ്ദഖയുടെ മുളാരിയാണ് എന്ത്? സദ്ദഖയുടെ മുളാരിയാണ് എന്ത്? എന്താണ് സദ്ദഖയുടെ മുളാരി? യുസദ്ദിഖു. എന്താണ്? യുസദ്ദിഖു. സദ്ദഖ യുസദ്ദിഖു. സദ്ദഖ യുസദ്ദിഖു. ഫഅല യുഫഇലു, അതാണ് വസ്ന്. ഫഅല യുഫഇലു. അതിലെ സദ്ദഖ യുസദ്ദിഖു, തസ്ദീഖ് അതിന്റെ മസ്ദറാണ്. തസ്ദീഖ്, സത്യപ്പെടുത്തൽ. തസ്ദീഖ്. ഫഅല യുഫഇലു തഫ്ഈൽ. അപ്പോ തസ്ദീഖ്, സത്യപ്പെടുത്തൽ. അതിൽ നിന്നുണ്ടാകുന്ന ഇസ്മു ഫാഇൽ, ഫഅല യുഫഇലു, അതിന്റെ ഇസ്മു ഫാഇൽ മുഫഇൽ എന്നാണ് വരിക. എന്താണ്? മുഫഇൽ. അതിന്റെ ഇസ്മു ഫാഇൽ മുഫഇൽ എന്നാണ് വരിക. മുഫഇലുൻ, അത് പ്രവർത്തിക്കുന്നവൻ. അതായത് അതിൽ നിന്ന് ആ പ്രവൃത്തി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ. അല്ലമ, പഠിപ്പിച്ചു. യുഅല്ലിമു, പഠിപ്പിക്കുന്നു. മുഅല്ലിമുൻ, പഠിപ്പിക്കുന്നവൻ. അതാണ് മുഅല്ലിം. മുഅല്ലിമുൻ. എന്നാൽ അതിന്റെ ഇസ്മു മഫ്ഊലായി വരുന്നത് മുഫഅലുൻ എന്നാണ്. എന്താണ്? മുഫഅലുൻ, പഠിപ്പിക്കപ്പെട്ടവൻ എന്നർത്ഥം. മുഫഅലുൻ, അല്ലെങ്കിൽ ഇവിടെ മുഅല്ലമുൻ, പഠിപ്പിക്കപ്പെട്ടവൻ എന്ന് പറയും. മുഫഅലൻ, ആ പ്രവൃത്തി ചെയ്യപ്പെട്ടവൻ. ആരിലാണോ പ്രവൃത്തി. അപ്പം അതിന്റെ കൃത്യമായി ധാരണയില്ലാത്തവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ മുഫഅലുൻ, മുഫഅലുൻ. അപ്പോ ഇവിടെ മുസദ്ദിഖുൻ എന്നാണ്. മുസദ്ദിഖുൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നവൻ എന്നർത്ഥം. സത്യപ്പെടുത്തുന്നവൻ. മുസദ്ദിഖുൻ, മുസദ്ദിഖുൻ, സത്യപ്പെടുത്തുന്നവൻ. അപ്പൊ ഇവിടെ അൻസൽതു, ഞാൻ ഇറക്കി. മുസദ്ദിഖുൻ, ഞാൻ സത്യപ്പെടുത്തുന്നവനാണ്. ആ അവസ്ഥയിൽ ഞാൻ അതിനെ ഇറക്കി. അപ്പൊ അതിന്റെ അവസ്ഥയാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഹാലാണ് മുസദ്ദിഖൻ എന്ന് പറയുന്നത്. അത് മൻസൂബാവണം. അതുകൊണ്ട് അതിൽ മുസദ്ദിഖുൻ എന്നത് മുസദ്ദിഖൻ എന്നായി മാറുന്നു. മുസദ്ദിഖൻ എന്നായി മാറുന്നു. കാരണം ഹാല് മൻസൂബ്, അതിന്റെ അവസ്ഥയാണ്. അപ്പോ ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും, മുസദ്ദിഖൻ ലിമാ മഅകും. ഇവിടെ മുസദ്ദിഖൻ ലിമാ മഅകും എന്ന് പറയുമ്പോൾ മുസദ്ദിഖൻ, സത്യപ്പെടുത്തിക്കൊണ്ട്, ലിമാ മഅകും, നിങ്ങളുടെ കൂടെയുള്ളതിനെ, നിങ്ങളുടെ കൂടെയുള്ളതിനെ. മുസദ്ദിഖൻ ലി, ലി. അവിടെയുള്ള സാഹിബുൽ ഹാൽ എന്തായിരിക്കും? ഇവിടെ ഹാല് മൻസൂബാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സാഹിബുൽ ഹാല് ആരായിരിക്കും?
അതും കൂടി ഒന്ന് പറയുക, നിങ്ങൾ തന്നെ പറയാം. فآمنوا بما أنزلت مصدقا لما معكم. അതാണ് آمنوا بما أنزلت مصدقا لما معكم. അന അല്ലേ, സാഹിബുൽ ഹാല് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അതിന്റെ മുസദ്ദിഖൻ ആരാണ് അവതരിപ്പിക്കുന്നത്? ബിമാ അൻസൽതു, ഞാൻ അവതരിപ്പിച്ചു, അൻസൽതു ഞാൻ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതാണ് അതിലുള്ള സാഹിബുൽ ഹാല്. ശരി, പിന്നെ ലിമാ മഅക്കും, ലി മാ മഅക്കും, ലിമാ മഅക്കും, ലിമാ മഅക്കും. ലി ഇവിടെ തസ്ദീഖ് ചെയ്യുക എന്ന അമല്, മുസദ്ദിഖ് തസ്ദീഖ് ചെയ്യുക എന്ന സംഗതിയെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ല. ഏതിനെയാണ് സത്യപ്പെടുത്തുന്നത്? അപ്പം അതാണ് ഇവിടെ ലാമ് വരുന്നത്. ലാം അവിടെ ലി എന്ന് പറയുന്നത് ഹർഫ് ജറാണ്. പിന്നെ മാ എന്ന് പറയുന്നത് നേരത്തെ പഠിച്ചതുപോലെ ഇസ്മു മൗസൂലാണ് അല്ലേ? ഇസ്മു മൗസൂലാണ്. ലിമാ മബ്നിയുൻ അലാ സുകൂൻ ഫീ മഹല്ലി ജർ. ലിമ അപ്പോ ലിമ യാതൊന്നിനെ എന്നർത്ഥം. അതെന്താണ്? മഅക്കും, മഅക്കും. മഅക്കും എന്ന് പറയുമ്പോൾ മഅക്കും എന്ന് പറയുമ്പോൾ മഅ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? എന്താണ്? ളർഫ് മക്കാനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ളർഫ് മക്കാനാണ്. ളർഫ് മക്കാനാണ്. ളർഫ് മക്കാൻ സ്വാഭാവികമായും അത് മൻസൂബാണ് അല്ലേ? ളർഫുകൾ പൊതുവെ അത് മൻസൂബാണ്. പിന്നെ അതിലേക്കാണ് മഅക്കും എന്ന് പറയുമ്പോൾ കും എന്ന അത് മഅ കൂടെ എന്നർത്ഥം. കും നിങ്ങളുടെ കൂടെ. അപ്പൊ എന്താണ് മഅക്കും? മുളാഫ് ഇലൈഹിയാണ്. അപ്പൊ എങ്ങനെ എഴുതാം? കും എന്നത് ളമീറാണ്. ളമീറാണ്. അങ്ങനെ എഴുതണം. മഅക്കും നിങ്ങൾ എഴുതണം. നീ മുളാഫ് ഇലൈഹിയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന്റെ ശരിയായ രൂപം എഴുതുന്ന എങ്ങനെയാണ്? കും എന്നത് ളമീറുൻ മഅക്കും ളമീറുൻ മബ്നിയുൻ അലാ സുകൂൻ. മാഷാ അല്ലാഹ്. ളമീറുൻ മബ്നിയുൻ അലാ സുകൂനി. മുത്തസിലാണ്. മബ്നിയുൻ അലാ സുകൂനി ഫീ മഹല്ലി ജർറിൻ. പോരാ, ഇനി കുറച്ചും കൂടി ഉണ്ട്. ഫീ മഹല്ലി ജർ. എന്തുകൊണ്ട് ഫീ മഹല്ലി ജർ ആവുന്നു? അതുകൂടി ചേർക്കണം അപ്പൊ അതിലേക്ക്. അപ്പോ അങ്ങനെ അതിന്റെ ഹുക്മ എഴുതി പോണം. ളമീർ മബ്നിയുൻ അലാ സുകൂനി ഫീ മഹല്ലി ജർ. അതെന്തുകൊണ്ടാണ്? മുളാഫ് ഇലൈഹി ആകുന്നു. അപ്പോ നിങ്ങളുടെ കൂടെയുള്ളതിനെ മുസദ്ദിഖൻ ലിമാ മഅക്കും വലാ തകൂനൂ അവ്വല കാഫിരിൻ ബിഹി. വലാ തകൂനൂ വാവ് എന്ത് വാവാണ് അവിടെ? നിങ്ങൾ ഇനി ചെയ്യുകയും ചെയ്യരുത് എന്ന് പറയാനാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആമിനു അങ്ങനെ പറഞ്ഞു പോവാണ്. പിന്നെ വീണ്ടും വാവ്, അത് അത്ഫിന്റെ വാവ് തന്നെ, ഹർഫ് അത്ഫാണ്.
പിന്നെ ലാ തകൂനു, ലാ ലാ എന്ന് പറഞ്ഞാൽ ലാ തകൂനു നിങ്ങൾ ആവുകയും ചെയ്യരുത്. എന്ത് ലാമാണത്? ഈ ലാം എന്ത് ലാമാണ്? ലാ അന്നാഹിയാണ് അല്ലേ? അന്നാഹിയ, ലാ അന്നാഹിയ. വലൈക്കും അസ്സലാം. അപ്പോ ഹർഫ് നഹിയ. ശരി. അപ്പോ വലാ തകൂനു, തകൂനു വലാ തകൂനു നിങ്ങൾ ആവുക. അപ്പോ കാന യകൂനു, കാന യകൂനു, അതിൽ നിന്ന് യകൂനു, യകൂനാനി, യകൂനൂന, തകൂനു, തകൂനാനി, യകുന്ന. പിന്നെ തകൂനു, തകൂനാനി, തകൂനൂന. ഒക്കെ നമ്മൾ മനസ്സിലപ്പോഴേക്ക് കടന്നു വരണം. ഇങ്ങനെ തകൂനു വലാ തകൂനു എന്ന് കാണുമ്പോൾ തകൂനീന, തകൂനാനി, തകുന്ന, അകൂനു, നകൂനു. ഇത്രയും സിഗ നമ്മൾ മനസ്സിലുണ്ടാവണം. ഇതിൽ നിന്ന് എന്താണ് തകൂനൂന എന്നത്? നിങ്ങൾ ആകുന്നു, ആയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളായിരിക്കുന്നു, തകൂനൂന നിങ്ങളായിരിക്കുന്നു, തകൂനൂന. അതിന്റെ മുമ്പിൽ ലാമ് വരികയാണ്. അപ്പോ ലാ നഹിയാണ്. തകൂനൂന എന്ന് പറയുമ്പോൾ ആ നൂന്, അവസാനത്തെ നൂന് ഹദ്ഫ് ചെയ്യപ്പെട്ടു പോകുന്നു. ഫിഅൽ മുളാരി അത് മജ്സൂമാകുന്നു എന്നർത്ഥം. വലാ തകൂനു, ലാ തകൂനു എന്ന് പറയുമ്പോൾ അത് ഫിഅൽ മുളാരിയാണ്. അത് ലാമ് അതിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഫിഅൽ മുളാരി അത് ജസ്മ് ചെയ്യപ്പെടും. കാരണം ആ ലാമ് എന്തിൽപ്പെട്ടതാണ്? ജവാസിമിൽ പെട്ടതാകുന്നു. ജസ്മ് ചെയ്യുന്ന ഒരു ഫിഅൽ മുളാരിനെ ജസ്മ് ചെയ്യുന്ന ഹർഫാണ് ലാം. അപ്പോ ലാം എന്ന് പറഞ്ഞാൽ നഹിയുടെ ഹർഫാണ്, ജസ്മിന്റെ ഹർഫുമാകുന്നു. അപ്പോൾ ലാമിനെ കുറിച്ച് എഴുതുമ്പോൾ ഹർഫ് നഹി എന്ന് മാത്രം എഴുതിയാൽ പോരാ, വജസ്മ് എന്ന് കൂടി എഴുതണം. ഹർഫ് നഹി വജസ്മ്. അപ്പോ അതിനുശേഷം വരുന്ന തകൂനു എന്ന് പറയുന്നത് എന്താകുന്നു? ഫിഅല് മുളാരിയാണ്, മജ്സൂമാകുന്നു. ഫിഅല് മുളാരി മജ്സൂമാകുന്നു എന്ന് നമുക്ക് പറയാം. അതെങ്ങനെ? ബി ഹദ്ഫിൻ നൂൻ, ഹദ്ഫിൻ നൂൻ അല്ലേ? നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ട് അത് മജ്സൂമാകുന്നു എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടല്ലോ? വലാ തകൂനു. പിന്നെ അവിടെ അവസാനം വരുന്ന വാവുൽ ജമാഅത്തിനെ കുറിച്ചും ഒന്ന് പറയേണ്ടതുണ്ട് അല്ലെ? വാവുൽ ജമാഅത്ത് അവിടെ എന്താണ്? വാവുൽ ജമാഅത്ത് വമീറാണ്. വമീർ എന്താണ്? വാവുൽ ജമാഅത്തിനെ കുറിച്ച് എന്തായാലും പറയാത്തത്? വാവുൽ ജമാഅത്ത് വമീർ മുസ്തത്തിറാണ്, മബ്നിയുൻ അല സുകൂൻ. എന്താണ്? ഫീ മഹൽ എന്താണ്? ഫീ മഹൽ റഫ്അ് അല്ലേ? ഫാഇൽ. ഫീ മഹൽ റഫ്അ് ഫാഇലാണ്. മാഷാ അല്ലാഹ്. ശരി. വലാ തകൂനു. അവിടെ അടങ്ങിയിട്ടുള്ള മുസ്തത്തിറായ ലമീർ എന്താകുന്നു? അൻതും എന്നതാകുന്നു. മാഷാ അല്ലാഹ്. അൻതും എന്നതാകുന്നു അവിടെ അടങ്ങിയിട്ടുള്ളത്. അൻതും ഹുമാഹും യഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു എന്നതിൽ അൻതും എന്നതിന്റെ സ്ഥാനത്താണ് അത് വരുന്നത് എന്നർത്ഥം അല്ലേ?
ولا تكونوا أول كافر به أول എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എന്നർത്ഥം. അവ്വലുൻ ആദ്യത്തേത് എന്നർത്ഥം. ഇവിടെ അവ്വല എന്ന് വരാനുള്ള കാരണം എന്താണ്? ولا تكونوا أول كافر به എന്താണ്? മഫ്ഊല് ബിഹി അല്ല. കാരണം വലാ തകൂനു നിങ്ങൾ ആവരുത് അവ്വൽ അല്ലെ? അവ്വൽ. അപ്പൊ അത് മഫ്ഊല് ബിഹി അല്ല. അവിടെ അവ്വല് ശരിക്കും ഫായിലായിട്ടാണ് വരിക. അവ്വല് ഫായിലായിട്ടാണ് വരിക. പിന്നെ അവ്വല എന്നാവാനുള്ള കാരണം എന്താകുന്നു? അത് ഖബറാണ്. കാനയുടെ ഖബറായി വരുന്നത് കൊണ്ടാണ്. തകൂനു നിങ്ങൾ ആവുക എന്നതാണ്. മനസ്സിലായിട്ടല്ലോ. അപ്പം നിങ്ങൾ ആവുക എന്നതിൽ നിങ്ങളാണ് അവിടെ ഇസ്മായിട്ട് വരുന്നത്. കാനയുടെ ഇസ്മ അതിലേതാണ്? വലാ തകൂനു അവ്വല എന്ന് പറയുന്നതിലെ കാനയുടെ ഇസ്മ ഏതാകുന്നു? ഇസ്മ കാനയുടെ ഇസ്മ ഇസ്മ കാന അൻതും ആണ്. ളമീറാണ്, അൻതുമാണ്. ശരി. പിന്നെ അതിലുള്ള ഖബറാണ് എന്ത്? ഖബറാണ്. അതെ, ഖബറാകുന്നു എന്ത്? അവ്വൽ എന്ന് പറയുന്നത് അല്ലെ? ഖബർ കാനയുടെ ഖബർ അവ്വൽ. അതുകൊണ്ട് അത് അവ്വല എന്നായി മാറുന്നു. പക്ഷെ അത് അവ്വലൻ എന്നല്ലേ വരേണ്ടത്? അപ്പം കാനല്ലാഹു ഗഫൂറൻ എന്ന് പറയുമ്പോൾ സത്യത്തിൽ വലാ തകൂനു അവ്വലൻ നിങ്ങൾ ഒന്നാമത്തേവനാവരുത് എന്നല്ലേ വരേണ്ടത്? മാഷാ അല്ലാഹ്. എന്തുകൊണ്ടാണ്? അവ്വൽ അവിടെ മുദാഫായി മാറുകയാണ്. കാഫിറിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടു അല്ലെ? കാഫിറിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് അത് മുദാഫ് ഇലൈഹിയായി. കാഫിർ മുദാഫ് ഇലൈഹിയും അവ്വല് മുദാഫ് ആവുകയും ചെയ്തു. അപ്പൊ അവ്വല് മുദാഫുമാണ്, ഒരേ സമയം അത് ഖബർ കാനിയാണ്. അപ്പൊ അതുകൊണ്ട് അവ്വലൻ എന്ന് പറയുന്നതിനെ അവ്വല എന്നതിലേക്ക് നിർത്തുകയും കാഫിറിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുകയും ചെയ്തു എന്നർത്ഥം. ولا تكونوا أول كافر به أول كافر أول كافر شيء أول كافر. മുദാഫ് ഇലൈഹിയാണ് അല്ലേ? അപ്പൊ അത് ولا تكونوا أول كافر به أول كافر. ഇവിടെ കാഫിറിൻ എന്ന് പറയുന്നത് മുദാഫ് ഇലൈഹിയാണ്. അപ്പൊ കാഫിറിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? ഇവിടെ കാഫിർ എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാൻ പറ്റും? മുദാഫ് ഇലൈഹി മജ്റൂർ അല്ലേ? മുദാഫ് ഇലൈഹി മജ്റൂർ എന്ന് പറയും. മുദാഫ് ഇലൈഹി മജ്റൂർ. ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا. ولا تشتروا വീണ്ടും വാവ് കടന്നു വരികയാണ്. അത് ഹർഫ് അത്ഫാണ് അല്ലേ? ولا تشتروا നേരത്തെ പറഞ്ഞതുപോലെ തകൂനു തഷ്തറു നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. നിങ്ങൾ ആയിരിക്കുകയും അരുത്, നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. അപ്പോൾ തഷ്തറു എന്നത് വലാ തഷ്തറു ലാമ് നേരത്തെ പറഞ്ഞതുപോലെ ഹർഫ് നഹിയാണ് വ ജസ്മ അല്ലെ? ഹർഫ് നഹി വ ജസ്മ. അതെ, ഹർഫ് നഹിയാണ് വ ജസ്മ. പിന്നെ വലാ തഷ്തറു ഇഷ്തറ ഇഷ്തറ യഷ്തരി യഷ്തരി ഇഷ്തറ യഷ്തരി. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നാണ്. അതിന്റെ അടിസ്ഥാന പദം ഷറ എന്നാണ്. ഷറാ യശ്രി. എന്താ ഷറ എന്ന് പറഞ്ഞാൽ അർത്ഥം?
ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇതിലൊരു ചെറിയ ഓർമ്മയുണ്ട്. ഷറാ യശ്രി, ഷറാ ഫഅല യഫ്ഇലു വസ്നിൽ വരുന്ന ഷറാ യശ്രി. ഷറ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തായി വരും? ഷറ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ബിഹി വിട്ടുപോയി അല്ലേ? ഏതായാലും ഇത് പറഞ്ഞതിന് ശേഷം പറയാം. പോലെ കാഫിരും ബിഹി എന്നുള്ള കാഫിരും ബിഹി എന്നത് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ബിഹി. ഓക്കെ, ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഷറാ യശ്രി എന്താണ് ഒന്നും പറയാത്ത? ഷറാ യശ്രി എന്ന് പറഞ്ഞാൽ വിറ്റു എന്നാണ്. എന്താണ്? വിറ്റു. എന്നാൽ ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നാണ്. അപ്പൊ നോക്കണം അതിന്റെ വ്യത്യാസം. ഷറ എന്നത് അടിസ്ഥാന പദമാണ്. അതിലേക്ക് വരുന്ന പിന്നെ സുലാസിയിൽ നിന്ന് പിന്നെ മസീദായി വരുന്ന ഫിയല് അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത് എന്നാണ്. അപ്പോ ഷറാ യശ്രി എന്നതിൽ നിന്നുണ്ടാകുന്ന ഇഫ്തഅല വസ്നാണ് അല്ലെ? എന്ത് വസ്നാണത്? ഇഫ്തഅല വസ്നാണ്. ഇഫ്തഅല വസ്നാണ്. ഇഫ്തഅല വസ്നിലാണ് ഇഷ്തറ. ഇഷ്തറ യഷ്തരി. അതിൽ നിന്നാണ് തഷ്തറൂന ഉണ്ടാകുന്നത്. നിങ്ങൾ വാങ്ങുന്നു, നിങ്ങൾ വാങ്ങുന്നു. തഷ്തറൂന, നിങ്ങൾ വാങ്ങുന്നു എന്നത് അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന് ജസ്മ ചെയ്യപ്പെട്ടുകൊണ്ട് നൂനിനെ ഹദഫ് ചെയ്തുകൊണ്ട് തഷ്തറു എന്നായി മാറുന്നു. ലാ തഷ്തറു എന്നായി മാറുന്നു. വലാ തഷ്തറു എന്നായി മാറും. ശരി. അപ്പൊ അതിനു മുമ്പ് അവ്വല കാഫിരിൻ ബിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ്? നിങ്ങൾ ആയിരിക്കുകയും അരുത്. വലാ തകൂനു, നിങ്ങൾ ആയിരിക്കുകയും അരുത്. അവ്വല ഒന്നാമത്തെ, കാഫിരിൻ ബിഹി അതിൽ അവിശ്വസിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന, അതിൽ അവിശ്വസിക്കുന്ന. അപ്പൊ ബിഹി എന്ന് പറയുന്നത് ഇവിടെ ബിഹി അത് പറഞ്ഞതിന് ശേഷം അടുത്തിലേക്ക് പോകാം. ബിഹി, ബിഹി എന്ന് പറയുന്നത് ബി ഹർഫ് ജറാണ്. ഹർഫ് ജറാണ്. പിന്നെ അവിടെ അതിലേക്ക് ചേർക്കപ്പെടുന്ന ഹി എന്ന് പറയുന്നത്, ഹി എന്ന് പറയുന്നത് എന്താണ്? ളമീറാണ്. മുത്തസിൽ അല്ലെ? മുത്തസിലാണ്. മബ്നിയൻ മബ്നിയൻ അലൽ കസ്റാണ് ബിഹി. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഫി മഹൽ എന്തായിരിക്കും? ഫി മഹല് കാരണം എന്താണ്? ഫി മഹല്ല് ജറാവാൻ കാരണം മബ്നി അലൽ കസ്രി ഫി മഹല്ല് ജറിൻ. എന്തുകൊണ്ടാണ് ആവുന്നത്? ഇസ്മ മജ്റൂർ ആയതുകൊണ്ട് അല്ലെ? ഇസ്മ മജ്റൂർ ആയതുകൊണ്ട്. അപ്പോ വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി വലാ തഷ്തറു. നമ്മൾ വലാ തഷ്തറു ഇവിടെ പറഞ്ഞു അല്ലെ? ബി ആയാതി വലാ തഷ്തറു ബി ആയാതി. ബി വീണ്ടും ഹർഫ് ജറാണ്. വലാ തഷ്തറു എന്നതിനെ കുറിച്ചാണ് മുളാരി മജ്സൂം ബിഹദ്ഫിൻ നൂൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇവിടെ ബി ഹർഫ് ജറാണ്. ആയാത്തി എന്നതിനെ കുറിച്ച് എങ്ങനെ പറയും? ആയാത്തി എന്ന് പറയുമ്പോൾ
ആയാത്ത്, ആയത്തുൻ ജംഉ ആയാത്ത് അല്ലേ? ആയത്തുൻ ജംഉ ആയാത്തുൻ, ആയാത്തുൻ എന്നാണ്. അപ്പോ ഇവിടെ ആയാത്ത് സത്യത്തിൽ വരുന്നത് ബി ആയാത്തിൻ. ഇങ്ങനെ വന്നാൽ തന്നെ ബി ആയാത്തിൻ. എന്താ കാരണം? ആയാത്ത് എന്നത് മജ്റൂറായി മാറുന്നു എന്നർത്ഥം. അപ്പൊ അവിടെ സത്യത്തിൽ ബി ആയാത്തി എന്ന് പറയുമ്പോ ഇസ്മ് മജ്റൂറാണ്, പക്ഷെ അതിലേക്ക് പിന്നെ ഒരു യാ ചേർക്കപ്പെടുന്നുണ്ട്. ബി ആയാത്തി, എന്റെ എന്ന അർത്ഥത്തിൽ, എന്റെ എന്ന അർത്ഥത്തിൽ യാ ചേർക്കപ്പെടുന്നുണ്ട്. അതെന്താണ്? വമീർ മബ്നി അല സുകൂൻ ഫി മഹല്ല് ജർ അല്ലേ? ഫി മഹല്ല് ജർ. എന്താ കാരണം? മുദാഫ് ഇലൈഹിയാണ്. മുദാഫ് ഇലൈഹി ആയതുകൊണ്ടാണ്. ബി ആയാത്തി, എന്റെ ആയത്തുകൾ എന്ന് പറയുമ്പോൾ എന്റെ എന്നതിലേക്ക് ആയാത്തിനെ ചേർത്തിരിക്കുന്നു. അപ്പോൾ അത് മുദാഫ് ഇലൈഹിയാണ്. ബി ആയാത്തി സമനൻ ഖലീല, സമനൻ, സമനൻ ബി ആയാത്തി വലാ തശ്തറു ബി ആയാത്തി, നിങ്ങൾ വാങ്ങരുത് ബി ആയാത്തി, എന്റെ ആയത്തുകൾ കൊണ്ട്, സമനൻ വിലയെ, വിലയെ വാങ്ങരുത് എന്നർത്ഥം. അത് മഫ്ഊല് ബിഹിയാണ്. സമനൻ എന്ന് പറയുമ്പോൾ അത് മഫ്ഊല് ബിഹിയാണ്, മൻസൂബ്. അതുകൊണ്ടാണ് സമനൻ എന്ന് വരാൻ കാരണം. സമനൻ എന്ന് വരാൻ കാരണം അത് മഫ്ഊല് ബിഹിയാണ്. അപ്പോ സമനൻ എന്ന് പറയുന്നത് മഫ്ഊല് ബിഹിയാണ്. ഖലീലൻ, തുച്ഛമായ, ചില്ലറ. ഖലീലൻ, സമനൻ ഖലീലൻ, ഖലീലൻ തുച്ഛമായ. അതെന്താണ്? ഖലീല് നഅത്താണ് അല്ലേ? നഅത്തായത് കൊണ്ട് അല്ല, തമ്മീസ് ആകുന്നില്ല. ഇവിടെ ഖലീലൻ എന്ന് പറയുന്നത് നഅത്താണ്, നഅത്തായിട്ടാണ് ഇവിടെ. സമനിന്റെ വിശേഷണമാണ് ഖലീൽ. തുച്ഛമായ വില, തുച്ഛമായ വില. അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, സമനിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖലീലൻ എന്ന് പറയുന്നത്. അപ്പൊ അത് സമന് നഅത്താണ്, അല്ല സമന് മഫ്ഊലാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം വരുന്ന സമന ഖലീലൻ എന്ന് പറയുന്നത് നഅത്താണ്. നഅത്ത് എപ്പോഴും മൻഊത്തിനെ ഇഅ്റാബിൽ പിന്തുടരുന്നു എന്നാണ് നിയമം. അപ്പൊ അതുകൊണ്ട് സമനൻ എന്ന് പറഞ്ഞത് കൊണ്ട് അതിന്റെ നഅത്തായ ഖലീലും ഖലീലൻ എന്ന് പറയണം. അല്ലാതെ എപ്പോഴും നഅത്ത് മൻസൂബാവൂല, നഅത്ത് എപ്പോഴും മൻസൂബാവുന്നില്ല. മറിച്ച് നഅത്ത് മൻഊത്ത് ആവുന്ന, മൻഊത്ത് എന്ന് പറഞ്ഞാൽ ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനാണ് മൻഊത്ത് എന്ന് പറയാം. മൻഊത്ത് ഏതിനെവിടെ വിശേഷിപ്പിച്ചത്? സമനിനെയാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ സമന് മൻഊത്താണ്. മൻഊത്തിന്റെ ഇഅ്റാബ് എന്താണ്? മൻസൂബാണ് അല്ലെ? അത് മൻസൂബാണ്. മൻസൂബാനുള്ള കാരണം അത് മഫ്ഊലാണ്. അപ്പൊ അതുകൊണ്ട് അതേ ഇഅ്റാബ് നഅത്തും പിന്തുടരുന്നു എന്നാണ്. അപ്പോ ഖലീലൻ എന്നായി മാറുന്നു. ഖലീലൻ എന്ന് പറയുമ്പോൾ അത് നഅത്താണ്, മൻഊത്തിനെ അത് ഇഅ്റാബിൽ പിന്തുടരുന്നു. ഫലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല, സമനൻ ഖലീല വഇയ്യായ ഇയ്യായ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വാവ് എന്താണ്? ഹർഫ് അത്ഫ് തന്നെയാണ്. പിന്നെ ഇയ്യായ, ഇയ്യായ എന്ന് പറയുന്നത് അത് ഏരിൽപ്പെട്ടതാണ്. ലമാഇർ നസ്ബുൽ മുൻഫസിൽ പെട്ടതാണ്. അപ്പൊ ലമീറാണ്. ഇയ്യായ എന്ന് പറയുന്നത് ലമീറാകുന്നു.
അത് മബ്നിയുൻ അലൽ ഫത്ഹാണ് അല്ലേ? മബ്നിയുൻ യായ മബ്നിയുൻ അലൽ ഫത്ഹാണ്. മബ്നിയുൻ അലൽ ഫത്ഹാണ്. ളമീർ മബ്നിയുൻ അലൽ ഫത്ഹ്. മനസ്സിലായിട്ടില്ലേ? ഇന്നലെ വിശദീകരിച്ചതാണ് നമ്മൾ. ളമീറുൻ മബ്നിയുൻ അലൽ ഫത്ഹാണ്. ഫി മഹല്ലി എന്തായിരിക്കും ഇത്? ഫി മഹല്ല് എന്താണ്? ഇയായ, ഇയാക്ക, ഇയാഹു തുടങ്ങിയിട്ടുള്ളതിന്റെ ഒക്കെ പ്രത്യേകത അതെപ്പോഴും അതിനെ തുടർന്ന് വരുന്ന ഒരു ഫിഅലിനെ, മുദാരിയായ ഒരു ഫിഅലിനെ ഒരു എന്താണ്? ഫി മഹല്ല് നസ്ബ് അല്ലെ? ഫി മഹല്ല് നസ്ബാണ്. കാരണം മഫ്ഊല് ബിഹി. എങ്ങനെ മഫ്ഊല് ബിഹി ആകുന്നത്? മഫ്ഊല് ബിഹി ആകുന്നതിനുള്ള കാരണം എന്താണ്? ലിഫിഅലിൻ ലിഫിഅലിൻ മഹ്ദൂഫിൻ. നേരത്തെ നമ്മൾ ഇന്നലെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇയ്യായ എന്നിന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലിഫിഅലിൻ മഹ്ദൂഫിൻ യുഫസ്സിറുഹു മാ ബഅദഹു അല്ലേ? അതിനുശേഷം വരുന്ന യുഫസ്സിറുഹു മാ ബഅദഹു, അതിനുശേഷം വരുന്ന ഫി മഹല്ലി നസ്ബ് മഫ്ഊൽ ബിഹി ലിഫിഅലിൻ മഹ്ദൂഫിൻ യുഫസ്സിറുഹു മാ ബഅദഹു. അതിനുശേഷം വരുന്ന ഒരു ഫിഅലിനെ, മഹ്ദൂഫായി വരുന്ന ഒരു ഫിഅലിനെ വിവരിച്ചുകൊണ്ട് അത് മഫ്ഊൽ ബിഹിയാണ്. വ ഇയ്യായ എന്നെ എന്നർത്ഥം, എന്നെ മാത്രം എന്നർത്ഥം. എന്നെ മാത്രം. എന്നെ എന്ന് പറയുമ്പോൾ എന്നെ എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹിയായി മാറുകയാണല്ലോ. എന്നെ മാത്രം. പിന്നീടാണ് അതിന്റെ ഫിഅല് പറയുന്നത് എന്നർത്ഥം. അതിന് ശേഷം അതിനെ വിവരിച്ചുകൊണ്ട് അതിന്റെ ഫിഅല് പറയാൻ. വ ഇയ്യായ ഫത്തഖൂൻ. എന്താണ്? ഇത്തഖാ യത്തഖി. അതിൽ നിന്നാണ് ഇത്തഖൂ ഉണ്ടാവുന്നത്. നിങ്ങൾ സൂക്ഷിക്കുക. ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക. തഖൂ എന്ന് പറയുന്നത് എന്നെ സൂക്ഷിക്കുക. ഇങ്ങനെയാണ് സംഭവം. തഖൂ, നിങ്ങൾ എന്നെ സൂക്ഷിക്കുക. എന്നെ എന്നുള്ളത് തഖൂ സൂക്ഷിക്കുക, നിങ്ങൾ സൂക്ഷിക്കുക. അതിലേക്ക് എന്നെ എന്നുള്ളതിന്റെ ഒരു യാ കടന്നു വരുന്നുണ്ട്. അതിന്റെ ഇടക്ക് ഇത്തഖൂ യാ എന്നത് എന്നെ എന്നുള്ളതിലേക്ക് ചേർത്ത് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു നൂനുൽ വിഖായത്ത് ചേർക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് ഇത്തഖൂന യായ ഫത്തഖൂൻ ഫ. അപ്പോൾ തഖൂന തഖൂന എന്ന് കഴിഞ്ഞതിന് ശേഷം അയാ അവിടെ ഉണ്ട്. തഖൂനി. പക്ഷെ അത് മഹദൂഫായി വരുന്നു. കാരണം നൂനിനെ അവിടെ ചേർക്കുകയാണ്. ഒരു നൂൻ വിഖായ ആയിക്കൊണ്ട് നൂനിനെ അവിടെ ചേർത്ത് കൊടുക്കുകയാണ്. സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂന് എന്നാണ് നൂനുൽ വിഖായ. നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ചോദിക്കണം. അപ്പം തഖൂനി എന്ന് പറയുമ്പോൾ യാ മഹദൂഫാണ് അവിടെ. അതെ, ഹദഫ് ചെയ്യപ്പെടുന്നു എന്നർത്ഥം. കാരണം എന്താണ്? ളമീർ അത് മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് എന്നർത്ഥം. മനസ്സിലായല്ലോ? അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ അത് കൃത്യമായിട്ട് നമുക്ക് അത് മാത്രമായി ഒരു ദിവസം പഠിക്കേണ്ടതുണ്ട്. സമയം അതിന് ഇപ്പോൾ പര്യാപ്തമല്ലാത്തത് കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പ്രയാസം. അവിടെ ഞാൻ ഫ എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞോ? ഫ എന്താണ്?
ഫത്തഖൂൻ എന്ന് പറഞ്ഞപ്പോൾ ഫത്തഖൂൻ. ഫ എന്താണ് ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ഫർഹബൂൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തൻബീഹിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതും അത്തരം ഫകളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, ഇയ്യായ എന്നതിനു ശേഷം വരുന്ന ഇത്തരം ഫ, ആ ഫ എപ്പോഴും പിന്നെ തൻബീഹിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാകുന്നു എന്നാണ് നമ്മൾ ചുരുക്കി ഇപ്പം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കുറച്ചുകൂടിയൊക്കെ വിശദീകരിക്കേണ്ട ഒരു ഫ ആണ്. അത് മറ്റൊരു സന്ദർഭത്തിലേക്ക് തൽക്കാലം നീട്ടിവെക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അതെ, യായ ഫത്തഖൂൻ ഒന്നുകൂടി ആയത്ത് ഒന്നുകൂടി ഓതിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിലുള്ള വിജ്ഞാനങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ശരിയായ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ കിതാബും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രകാശമാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കരുത്തും ആർജവവും നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഗ്രന്ഥമായി ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റിത്തരുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന അബദ്ധങ്ങൾ അത് ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ അബദ്ധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.